ആതുര സേവന രംഗത്തും രോഗനിർണയത്തിലും 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ദയാ പോളിക്ലിനിക് ആൻഡ് സ്പെഷ്യാലിറ്റി ലാബിന്റെ പുതിയ സ്ഥാപനം പെരിന്തൽമണ്ണ ചെറുകരയിലും പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും നൂതനമായ ടെക്നോളജിയുടെ സഹായത്തോടെ രോഗനിർണയത്തിനുള്ള എല്ലാ ടെസ്റ്റുകൾക്കും ഇവിടെ സൗകര്യമുണ്ട്. ചെറുകര ആലുംകൂട്ടത്താണ് ദയാ പോളിക്ലിനിക് ആൻഡ് സ്പെഷ്യാലിറ്റി ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലുംകൂട്ടത്തിൽ ഇന്നു മുതൽ ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾക്കായിട്ട് ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ദയാ ക്ലിനിക് എന്ന പേരിൽ. നമുക്കറിയാം, പെരിന്തൽമണ്ണയുടെ ഡൗൺ ടൗൺ ആണ് ആലുംകൂട്ടും ചെറുകരയും കുന്നപ്പള്ളിയൊക്കെ. ആ സ്ഥലത്ത് ആരോഗ്യ മേഖലയിൽ ഒരു സ്ഥാപനം വരിക എന്നുള്ളത് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. അത്തരത്തിലൊരു ക്ലിനിക്ക് ആലുംകൂട്ടത്തിൽ ആരംഭിക്കുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് മെഡിക്കൽ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഏറെ കാലത്ത് ആരോഗ്യരംഗത്തൊക്കെ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു പ്രദേശമാണ് പെരിന്തൽമണ്ണ. ആ രംഗത്ത് ആരോഗ്യ മേഖലയിൽ പുതിയ സ്ഥാപനം വരുമ്പോൾ തീർച്ചയായും അത് നല്ല സാധ്യതയുള്ളതാണ്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി, ബിസ്ല ചെയർമാൻ മുനീർ, ചെറുകര മഹൽ ഖത്തീബ് ഹാഫിൽ ഹുസൈൻ അലി വാഫി, പള്ളിത്തോടി ഭഗവതി ക്ഷേത്രം മേൽശാന്തി നാരായണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം അബ്ദുറഹ്മാൻ, രമേശ്, ഹംസ തങ്കയത്തിൽ, അജിത് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയായ ആലംകൂട്ടത്തിൽ ദയാ ക്ലിനിക്ക് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആ പേര് പോലെ തന്നെ പല ഗ്രാമപഞ്ചായത്തുകളിലും ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് നല്ല രീതിയിൽ വളരെ ചെലവ് കുറഞ്ഞ ചികിത്സാ രീതി, സാധാരണക്കാരന് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ ദയാ ക്ലിനിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ദയാ മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് ബഷീർ നാലകത്ത്, ഡോക്ടർ മുഹമ്മദ് സിദ്ദീഖ്, എം ടി ഷഫീഖ്, ടി ഷമീർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കൃത്യമായ രോഗനിർണയത്തിന് സാധ്യമാകുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ദയാ പോളിക്ലിനിക് ആൻഡ് സ്പെഷ്യാലിറ്റി സെന്ററിൽ ലാബ് സജ്ജമാക്കിയിരിക്കുന്നത്. വിദഗ്ധർ കൃത്യമായി പരിശോധിച്ചാണ് എല്ലാ രോഗനിർണയ ടെസ്റ്റുകൾക്കും വ്യക്തമായ ഫലം നിർണ്ണയിക്കുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനാ സൗകര്യം, ഫാർമസി, ഹെൽത്ത് പാക്കേജുകൾ, 12 ECG, നെബുലൈസേഷൻ, ഒബ്സർവേഷൻ, മുറിവ് തുന്നൽ, ഡ്രസ്സിംഗ്, ഡേ കെയർ, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 300 രൂപയുടെ മിനി ഹെൽത്ത് ചെക്കപ്പ്, 500 രൂപയുടെ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ്, 1000 രൂപയുടെ മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, 2000 രൂപയുടെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നിങ്ങനെ എല്ലാ രോഗങ്ങളും നിർണ്ണയിക്കുന്നതിനുള്ള വിവിധ പാക്കേജുകളിൽ ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ പ്രഷർ പ്രമേയ നിർണയ ക്യാമ്പും നടന്നു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിതിൻ ചന്ദ്രൻ ദയാ പോളിക്ലിനിക്കിൽ ജനറൽ വിഭാഗം ഡോക്ടറായി ചാർജ് എടുത്തു. ഞാൻ ഡോക്ടർ നിതിൻ ചന്ദ്രൻ, 15 വർഷമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദയാ പോളിക്ലിനിക്കിൻ്റെ പുതിയ ബ്രാഞ്ച് ചെറുകര ആലുംകൂട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 8 മണി വരെ എൻ്റെ പൂർണ്ണ സേവനം ലഭ്യമാവുന്നതാണ്.
അതിനു പുറമെ ECG, നെബുലൈസേഷൻ, ഒബ്സർവേഷൻ, ഫാർമസി എന്നിവ സൗകര്യങ്ങളും ലഭ്യമാകുന്നതാണ്. സാധാരണ കണ്ടുവരുന്ന പനി, ചുമ, കഫക്കെട്ട്, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. ശിശുരോഗം, ചർമ്മരോഗം, അസ്ഥിരോഗം തുടങ്ങിയ വിഭാഗങ്ങളിലും ഡോക്ടർമാർ ഉടൻ ചാർജ് എടുക്കും. ആനമങ്ങാട്, നെല്ലായ, പേങ്ങാട്രി, മുണ്ടക്കോട്ടുകുറിശി എന്നിവിടങ്ങളിൽ ദയ ക്ലിനിക് സ്പെഷ്യാലിറ്റി ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.